അരുൺ, പൗരത്വ നിയമത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം, 2 പൗരത്വ രജിസ്റ്റർ വരാൻ പോകുന്നു. അത് നാട്ടിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഏതു തരത്തിൽ ആശങ്കയോടെ ബാധിക്കാം? അങ്ങനെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ സംസ്ഥാനങ്ങൾക്ക് അതിൽ റോളുണ്ടോ? സെൻസസ് ഉദ്യോഗസ്ഥരെയും മറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ രജിസ്റ്റർ എടുക്കുന്നത്. സുപ്രീം കോടതി നിലനിൽക്കുന്ന കേസ് യഥാർത്ഥത്തിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് വളരെ ക്രൂഷ്യലാണോ? നമുക്ക് ഈ വിഷയം ക്ലോസ് ചെയ്ത് അടുത്തൊരു വിഷയത്തിലേക്ക് പോകാം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ബർമ, ഭൂട്ടാൻ, നേപ്പാൾ. ഈ 7 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. വ്യത്യസ്ത മതങ്ങളുണ്ട് ലോകത്ത്, അതിൽ 6 മതങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് പറയുന്നു ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു മറ്റു രാജ്യങ്ങളിൽ, അത് പരിഹരിക്കേണ്ടത് ഇന്ത്യയുടെ കടമയാണെന്ന് പറഞ്ഞ് ഈ നിയമം അടിച്ചേൽപ്പിക്കുകയാണ്. ഏറ്റവും ഗൗരവമായ വിഷയം, 2014 ഡിസംബർ മാസം 31 മുൻപ് ഇന്ത്യയിലേക്ക് വന്ന ഇന്ന മതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ന് മുതൽ എന്ന് പറഞ്ഞിട്ടില്ല. 50 കൊല്ലമോ 60 കൊല്ലമോ 100 കൊല്ലമോ മുമ്പ് വന്നതോ 200 300 കൊല്ലമോ വന്നതോ എന്ന് പറഞ്ഞിട്ടില്ല. ഒരാളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സംശയം വന്നാൽ ഞാൻ പൗരനാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ആ വ്യക്തിക്ക് തന്നെയാണ്. സാധാരണയുള്ള SLC ബുക്കോ ആധാർ കാർഡോ പാസ്പോർട്ടോ ഒന്നും ആധികാരിക രേഖയല്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ഇന്ത്യയിൽ ബർത്ത് രജിസ്റ്റർ ചെയ്തു തുടങ്ങിയത് 1969-ലാണ്. അതിനു മുമ്പ് ജനിച്ച ഈ കൂട്ടത്തിലുള്ള ഒരാൾക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. ഇപ്പോൾ ഈ രാജ്യത്ത് താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമാക്കി ഒരു മതരാജ്യമാക്കി ഈ രാജ്യത്ത് മാറ്റിക്കഴിഞ്ഞാൽ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർക്ക് ഈ രാജ്യത്ത് വസിക്കാൻ കഴിയാത്ത വിധം ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് NDAയുടെ BJPയുടെ ലക്ഷ്യം. അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നു. കോടതി എന്തു വന്നാലും ഭരണഘടനയാണ് സുപ്രീം. ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ഓരോ പൗരനും ഓരോ വ്യക്തിക്കും ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പരിധിക്കുള്ള മുഴുവൻ ആളുകൾക്കും ആർട്ടിക്കിൾ 14ന്റെ ഗുണം കിട്ടുമെന്നതുകൊണ്ട് അത് റദ്ദ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ചർച്ചയാക്കാൻ, പ്രത്യേകിച്ച് വർഗീയ ധ്രുവീകരണം നടത്തി ഭൂരിപക്ഷത്തിന്റെ വോട്ട് സമ്പാദിക്കാനുള്ള BJPയുടെ തന്ത്രം ഒരിക്കലും നിലനിൽക്കില്ല. ജനങ്ങൾ അത് പുച്ഛിച്ച് തള്ളുമെന്നതിൽ യാതൊരു സംശയം